നമുക്ക് ഇന്നൊരു അടിപൊളി കല്ലുമ്മക്കായ ഫ്രൈ ഉണ്ടാക്കിയാലോ. പലതരം കല്ലുമ്മക്കായ കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കല്ലുമ്മക്കായ ഫ്രൈ തന്നെയാണ് കേട്ടോ. ഇത് ഫ്രോസൺ കല്ലുമ്മക്കായാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് ഐസ് മാറ്റിയെടുത്തതാണ്. ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തുള്ള കറുപ്പ് നിറത്തിലുള്ള അഴുക്കും നാര് പോലുള്ള അഴുക്കും കളയണം കേട്ടോ. ഇപ്പോൾ ഇത് ക്ലീൻ ആക്കി വെച്ചേക്കുകയാണ്. എനിക്ക് മീൻ വിഭവങ്ങളെക്കാൾ കൊഞ്ച്, ഞണ്ട്, കണവ, കക്ക പോലുള്ളവയാണ് കൂടുതൽ ഇഷ്ടം. അതിൽ ഏതുണ്ടെങ്കിലും ഞാൻ ഒരു പറ ചോറുണ്ണും കേട്ടോ. ഇത് സ്റ്റീൽ സോപ്പാണ്. ഫിഷ്, ചിക്കൻ ഒക്കെ വൃത്തിയാക്കിയ ശേഷം നമ്മൾ എത്രയൊക്കെ കൈ ഹാൻഡ് വാഷ് ഇട്ട് കഴിക്കാനും ചിലപ്പോൾ സ്മെല്ല് പോകാറില്ല. അതിനുള്ള ഒരു പരിഹാരമാണ് ഈ സ്റ്റീൽ സോപ്പ്. ഇത് വെച്ച് നമ്മൾ കൈ കഴുകിയാൽ സ്മെല്ല് തീരെ ഉണ്ടാകില്ല. അത് മാത്രമല്ല ഇത് പതയൊന്നും വരില്ല കേട്ടോ. ഇത് സാധാരണ സോപ്പ് പോലെ തീർന്നും പോകില്ല. നമുക്ക് ഇനി എടുത്തു വെച്ച 400 ഗ്രാം കല്ലുമ്മക്കായയിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. അതിലേക്ക് വെളുത്തുള്ളി ചതച്ച് ചേർക്കണം. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സോളോ ഗാർലിക് ആണ്. ഈ വെളുത്തുള്ളിയുടെ പ്രത്യേകത എന്തെന്നാൽ ഒരു അല്ലി മാത്രമേ ഉള്ളൂ എന്നതാണ്. തൊലിയെല്ലാം കളഞ്ഞെടുക്കുമ്പോൾ ചെറിയൊരു സവാള പോലെ ഇരിക്കും. ഇതിൽ 2 വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലിടാൻ വേണ്ടി എടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ചെറിയ 7-8 അല്ലി വെളുത്തുള്ളി എടുക്കാം. നമ്മുടെ നാട്ടിലെ സാധാരണ വെളുത്തുള്ളിയുടെ അത്രയും തന്നെ മണം ഇതിനുമുണ്ട്. ഇത് ഞാൻ 2ആയി മുറിച്ചതാണ്. ഇനി കല്ലുമ്മക്കായിൽ ഉപ്പും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അരമണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഫ്രൈ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് കല്ലുമ്മക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇറച്ചിക്കും മീനും ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല മണവും രുചിയും കൂട്ടാൻ സഹായിക്കുന്ന ഒന്നായ കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി എന്റെ അമ്മ എന്റെ ചെറുപ്പത്തിൽ പറഞ്ഞ കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആകാശത്ത് മഴവില്ല് വരുമ്പോൾ കടലിലെ ചിപ്പികളെല്ലാം കൂടെ കൂട്ടമായി കടൽ തീരത്തേക്ക് വരും. എന്നിട്ട് മഴ വരുമ്പോൾ വാ തുറന്നു പിടിച്ച് മാനത്ത് നോക്കി നിൽക്കും. എന്തിനാണെന്നോ? ആകാശത്ത് നിന്ന് വീഴുന്ന ആദ്യ മഴത്തുള്ളി ചെപ്പിനുള്ളിലാക്കാൻ വേണ്ടി. ആ ചിപ്പിയിലാണ് നമ്മുടെ പേൾ മുത്തുകൾ ഉണ്ടാകുന്നത്രേ എന്നാണ് എന്റെ അമ്മയുടെ കഥ. എന്റെ മനസ്സിൽ കല്ലുമ്മക്കയാണ് അന്നത്തെ ആ ചിപ്പി. വലുതായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓയിസ്റ്റർ ആണ് ചിപ്പി എന്നും അതിനുള്ളിൽ അകപ്പെട്ടു പോകുന്ന മൺതരികളാണ് മുത്തുകളായി മാറുന്നതെന്നും. എന്നാലും എങ്ങനെയുണ്ട് എന്റെ അമ്മയുടെ കഥ? നമ്മുടെ കല്ലുമ്മക്കായ കൂടെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം. ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട്. എന്റെ അമ്മയുടെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും നൽകി കൂടെ നിൽക്കണേ.